ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡ് പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന 11 തിരിച്ചറിയൽ രേഖകൾക്ക് പുറമെ 12ാമത്തെ രേഖയായാണ് ആധാർ പരിഗണിക്കുന്നത്. അതേസമയം ആധാർ പൗരത്വത്തിനുള്ള തെളിവായി കണക്കാക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. തിരിച്ചറിയൽ രേഖയായി ആധാർ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പാലിക്കുന്നില്ലെന്ന് RJD ഉൾപ്പെടെയുള്ള ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. ആധാർ രേഖയായി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നോട്ടീസ് നൽകുകയാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. ബീഹാറിൽ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡ് സമർപ്പിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വോട്ടർമാർ ഹാജരാക്കുന്ന ആധാർ കാർഡുകളുടെ ആധികാരികത പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ടെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയി മാല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്തെ യഥാർത്ഥ പൗരന്മാർക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അവകാശമുണ്ട്. എന്നാൽ വ്യാജമായി പൗരത്വം അവകാശപ്പെടുന്നവർക്ക് പട്ടികയിൽ തുടരാൻ അവകാശമില്ലെന്നും കോടതി വ്യക്തമാക്കി. ആധാർ ഉൾപ്പെടുന്നതിൽ പ്രായോഗികമായ കാര്യമില്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ കോടതിയിൽ വാദിച്ചു. 7.9 കോടി വോട്ടർമാരുണ്ടായിരുന്ന സംസ്ഥാനത്ത് തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി ഇത് 7.24 കോടിയായി കുറഞ്ഞു. ഇതിൽ 99.6% പേരും രേഖകൾ സമർപ്പിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം രാഷ്ട്രീയ വിവാദമായി മാറിയിരുന്നു. ബീഹാറിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ പരിഗണിച്ചാണ് കോടതിയുടെ തീരുമാനം. വ്യാജരേഖകൾ ഉപയോഗിച്ച് വോട്ടവകാശം നേടുന്നത് തടയാനും യഥാർത്ഥ പൗരന്മാർക്ക് വോട്ട് ഉറപ്പാക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നടപടിയെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. 2003 ശേഷം ഇതാദ്യമായാണ് ഇത്തരമൊരു നടപടി സംസ്ഥാനത്ത് നടക്കുന്നത്. ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുവാനും ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും കൂടുതൽ സമയം അനുവദിച്ചു. ജൂലൈ 24 കമ്മീഷൻ ഷെഡ്യൂൾ പ്രകാരം ആക്ഷേപങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 1 അന്തിമ വോട്ടർ പട്ടിക സെപ്റ്റംബർ 30 പ്രസിദ്ധീകരിക്കും. ഒന്നിലധികം രേഖകളുടെ അഭാവം മൂലം വോട്ടർമാരെ ഒഴിവാക്കില്ലെന്ന് കോടതി വിധി ഉറപ്പുവരുത്തുന്നു. ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ വിശദമായ പട്ടികയും അതിനുള്ള കാരണങ്ങളും പ്രസിദ്ധീകരിച്ച് സുതാര്യത വർദ്ധിപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. കൂടാതെ വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സഹായം നൽകാൻ പാരാലീഗൽ വോളണ്ടിയർമാരെ നിയമിക്കുവാനും സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. രാഷ്ട്രീയ ജനതാദൾ, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് എന്നിവർ ഉൾപ്പെടെയുള്ള ഹർജിക്കാർ ആധാർ 12ാമത്തെ രേഖയായി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ത്രിവേദി ആധാർ കാർഡ് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു. എന്നാൽ പാസ്പോർട്ട്, ഭൂമിയുടെ രേഖകൾ, ജനന സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് തുല്യമായ പദവി ആധാറിനില്ലെന്നും ത്രിവേദി വാദിച്ചു. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബലും ഗോപാൽ ശങ്കര നാരായണനും ആധാർ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു.